ആ ഒരു ക്യാബിൻ ഗ്ലാസ്സൊക്കെ ഏകദേശം 15 രൂപ പെയിന്റിങ് വർക്കും പുള്ളി തന്നെ ചെയ്യുന്നത്. നോക്കും വണ്ടിയുടെ ഫിനിഷിങ് നോക്കിക്കേ. അപ്പോൾ എല്ലാം കഴിഞ്ഞു കേട്ടോ, എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഭാഗങ്ങളൊക്കെ ഇങ്ങനെയുണ്ട് കേട്ടോ. കാണാത്തവർക്കായിട്ടൊരു ഇൻഫർമേഷനാണ്. നമ്മൾ ഓയിൽ ക്യാപ്പ്, മറ്റുള്ള എൻജിൻ്റെ ഓയിൽ സ്റ്റിക്ക്, പിന്നെ മറ്റേ റേഡിയേറ്റർ വെള്ളം, അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മളൊരു ഒമിനിയിൽ കാണുന്ന ഒരു ഫെസിലിറ്റി തന്നെയാണ് ഇതിൻ്റെ അകത്തും വരുന്നത്. ആ ഒരു ക്യാബിൻ സ്റ്റെപ്പ് തന്നെയാണ് നമ്മുടെ ഒമിനിയിൽ വരുന്ന ആ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മുടെ ലൈലാൻഡിലും വരുന്നത്. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഒരു ലൈലാൻഡ് ദോസ്താണ്. അത്യാവശ്യം പെയിൻ്റൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ അടുത്തത് ഇവിടെ ബമ്പറിൽ കുറച്ച് ബ്ലാക്ക് പെയിൻ്റ് അടിക്കാനുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെയും കുറച്ച് ബ്ലാക്ക് പെയിൻ്റ് അടിക്കാറുണ്ട്. ഇവിടെയും കുറേ ബ്ലാക്ക് പെയിൻ്റ് അടിക്കാനുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലും ബ്ലാക്ക് പെയിൻ്റ് അടിക്കാനുണ്ട്. അത്യാവശ്യം പുറമേ ഉള്ള പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ബാക്കിലാണെങ്കിൽ നമ്മുടെ പഴയ ചേട്ടൻ അശോക് ലൈലാൻഡ് എന്ന് പറഞ്ഞൊരു സംഭവം എഴുതുന്നുണ്ട്. നമ്മുടെ ചേട്ടൻ എല്ലാ വണ്ടിയിലും എഴുതുന്ന ഈ പുള്ളി തന്നെയാണ് കേട്ടോ. പിന്നെ ബ്ലാക്ക് പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിയിലേക്ക് വരുവാണെങ്കിൽ സൈലൻസർ അത് ഇത് എല്ലാം പെയിൻ്റ് അടിച്ചിട്ട് നമുക്ക് അകത്തേക്കും പോകണം. അകത്ത് മാസ്കിങ് ആണ്. അപ്പോൾ മൊത്തത്തിൽ അകത്തും പെയിൻറ്റും കാര്യങ്ങളൊക്കെ മാസ്ക് ചെയ്തിരിക്കണം. അപ്പോൾ ജസ്റ്റ് നമുക്ക് നാളെ ഇത് ഫുള്ളായിട്ടൊരു വീഡിയോ നമുക്ക് കാണാം കേട്ടോ. നമുക്ക് നാളെ വന്നിട്ട് ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ കാണാം. ബാക്കി സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. വൈപ്പർ, ഗ്ലാസ്സൊക്കെ മാസ്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിനി ഇതിപ്പോൾ ബ്ലാക്ക് അടിക്കണം, എന്നാലും നമുക്ക് ഇത് വണ്ടി മുഴുവൻ സെറ്റ് ചെയ്യാൻ പറ്റും. പെയിൻറ്റ് ചെയ്തിരിക്കുന്നത് യാതൊരു ഡീറ്റെയിലായിട്ട് പെയിൻറ്റിങ് ആയി. ഈ ബുഷൊക്കെ ആണെങ്കിലും കണ്ടോ കറക്റ്റായിട്ട് അതൊക്കെ എടുത്തിട്ടൊക്കെ പെയിൻറ്റ് ചെയ്തിരിക്കുന്നു. വേറെ പ്രശ്നമൊന്നുമില്ല. ലൈലാൻഡിൻ്റെ ദോസ്ത് ആശാൻ ക്യാരർ വർക്കിലാണ്. നമ്മുടെ ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മുടെ വേറെ ആശാൻ ചെറിയൊരു ടച്ച് പെയിൻറ്റിങ്ങിലൊക്കെയാണ്. സീറ്റൊക്കെ വെച്ച് കേട്ടോ, സീറ്റും കാര്യങ്ങളൊക്കെ വെച്ച് ഫ്രണ്ടിൽ നമ്പർ പ്ലേറ്റ് വെക്കാനുണ്ട്. നമ്മൾ ഇതിൻ്റെ പറഞ്ഞാന്നുള്ളത് ഇതിൻ്റെ ഒരു നോർമൽ പെയിൻറ്റിങ് എത്ര രൂപ വരുന്ന ആശാനാന്ന് പറഞ്ഞാൽ? നോർമൽ പെയിൻ്റൊക്കെ പെയിൻറ്റിൻ്റെ ചാർജ് അകത്തെ പെയിൻറ്റിങ് ഏകദേശം കഴിയാറായി. ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ അടിച്ചിരിക്കും.
വണ്ടിയുടെ പെയിൻറ്റിങ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അത് ബ്ലാക്കാണ്. നമ്മുടെ നോർമൽ പെയിന്റിങ് കാര്യങ്ങൾ ഏകദേശം 15 രൂപ പെയിന്റിങ്. പെയിന്റിങ് പിന്നെ നല്ല എട്ട് കൊടുത്ത് പിന്നെ നല്ല റബ് ചെയ്ത് ഇറക്കി ഇതുണ്ടോ എല്ലാ വർക്കും പുള്ളി തന്നെ ചെയ്യുന്നത്. നോക്കും വണ്ടിയുടെ ഫിനിഷിങ് നോക്കിക്കേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. വളരെ നീറ്റ്, വല്ല അഴിച്ച് നല്ല എല്ലാം മാസ്ക് ചെയ്ത് ആശം പെയിന്റ് ചെയ്യാറുള്ളൂ. അതായത് അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ അത് അച്ചവച്ച് ചെയ്യുന്ന പോലെയല്ല. ഇതുണ്ടോ ഇതൊക്കെ കണ്ടോ ഭയങ്കരമായിട്ട് മാസ്കിങ് ചെയ്തിട്ടാണ് നമ്മൾ ഇതൊക്കെ പെയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടാണ് ആശാനെല്ലാം പെയിന്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ ഞാൻ പറഞ്ഞ നമ്പറിൽ വിളിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ ആശാനെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. നല്ല വർക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് ആശാൻ്റെ. അപ്പോൾ എല്ലാം കഴിഞ്ഞു കേട്ടോ, എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്, തുടക്കം തൊട്ട് അവസാനം വരെയുള്ള വീഡിയോസ് കണ്ടു കഴിഞ്ഞു. ഇത് ആശാനി വല്ലതും ഉണ്ടോ ആശാന? എല്ലാം കഴിഞ്ഞില്ലേ? വർക്ക് എല്ലാം കഴിഞ്ഞില്ലേ? വണ്ടിക്കാർ വന്നു കഴിഞ്ഞാൽ വണ്ടി കൊടുത്തു വിടുവാണ് കേട്ടോ. അപ്പോൾ എല്ലാ വർക്കും കാര്യങ്ങളും കഴിഞ്ഞു. അപ്പോൾ ഓക്കെ.